MES College of Engineering and Technology കുന്നക്കര, APJ അബ്ദുൽ കലാം ടെക്നോളജിക്കൽ യൂണിവേഴ്സിറ്റിയുടെ കീഴിലുള്ള AICTE അംഗീകാരമുള്ള എറണാകുളം ജില്ലയിലെ MESന്റെ പ്രമുഖ സ്ഥാപനത്തിൽ 2024 വർഷത്തെ പ്രവേശന നടപടികൾ ആരംഭിച്ചിരിക്കുന്നു. ISO 9001:2050 അംഗീകാരമുള്ള ഈ സ്ഥാപനത്തിലെ പ്രമുഖ ബിടെക് കോഴ്സുകളായ സിവിൽ എഞ്ചിനീയറിംഗ്, മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ്, കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗ്, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ആൻഡ് ഡാറ്റാ സയൻസ്, ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ എന്നീ ബ്രാഞ്ചുകളിലേക്കാണ് പ്രവേശനം. വിദ്യാർത്ഥികൾക്ക് കോളേജ് ബസ് ഉപയോഗം തികച്ചും സൗജന്യമായിരിക്കും. MES മാനേജ്മെന്റിന്റെ കീഴിലായതിനാൽ വളരെയധികം ക്യാമ്പസ് റിക്രൂട്ട്മെന്റ് നടക്കുന്നു. സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന പെൺകുട്ടികൾക്ക് ഹോസ്റ്റൽ താമസവും ഭക്ഷണം തികച്ചും സൗജന്യം. ഉയർന്ന മാർക്കുള്ള വിദ്യാർത്ഥികൾക്ക് MES സ്കോളർഷിപ്പുകൾ നൽകുന്നു. അഡ്മിഷന് വേണ്ടി ബന്ധപ്പെടേണ്ട നമ്പറുകൾ: ഫോൺ 9444781611, 8089921675. കരുവാലൂർ ഫാമിലി ഹെൽത്ത് സെന്ററിന്റെ പ്രവർത്തനം സുഗമമാക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് UDF ധർണ നടത്തി. ഭരണത്തിന് നേതൃത്വം കൊടുക്കുവാൻ കഴിവില്ലാത്ത പഞ്ചായത്ത് പ്രസിഡന്റിനെ വിരട്ടുന്ന മെഡിക്കൽ ഓഫീസർ ജീവനക്കാരെ രണ്ട് തട്ടിലാക്കി രോഗികളെ ബുദ്ധിമുട്ടിക്കുന്നുവെന്ന് UDF. ഉത്തരവാദിത്തപ്പെട്ട സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ആശുപത്രിയിലേക്ക് തിരിഞ്ഞു നോക്കുന്നില്ലെന്നും UDF പരാതിപ്പെട്ടു. ഇവരെയെല്ലാം നിയന്ത്രിക്കേണ്ട പഞ്ചായത്ത് പ്രസിഡന്റ് മെഡിക്കൽ ഓഫീസർ പറയുന്നത് കേട്ട് ജീവനക്കാരെ തമ്മിലടിപ്പിച്ച് കുറച്ച് ജീവനക്കാരെ ദ്രോഹിക്കുവാൻ കൂട്ടുനിൽക്കുകയാണെന്നും UDF ആരോപിക്കുന്നു. മാറി മാറി വരുന്ന ഗവൺമെന്റുകളും പ്രതിനിധാനം ചെയ്യുന്ന MLA-മാരും ഇതിനുവേണ്ടി നിരവധി അവരുടെ അധ്വാനങ്ങൾ ഇവിടെ ചെലവഴിച്ചിട്ടുണ്ട്. ഇന്നത്തെ കേരളത്തിൻ്റെ പ്രതിപക്ഷ നേതാവ് അഡ്വക്കേറ്റ് VD സതീശൻ അദ്ദേഹം ഒരു കെട്ടിടം ഇതിന് ഇവിടെ പണിത് കൊടുത്തു. അതുപോലെ തന്നെ മുൻ മന്ത്രി ബഹുമാന്യനായ നമ്മുടെ ശ്രീ VK ഇബ്രാഹിം കുഞ്ഞ് സാറ് പ്രാഥമികമായ മറ്റു അടിസ്ഥാന സൗകര്യങ്ങൾക്ക് വേണ്ടിയുള്ള സൗകര്യങ്ങൾ ചെയ്തു. കഴിഞ്ഞ ടേമിൽ അന്ന് ഗെയിൽ പൈപ്പ് ലൈൻ പദ്ധതി ഇതിലേ പോകുന്നതിന് ജനങ്ങളുടെ ഒരു വികാരം, ഒരു എതിർപ്പ് വന്നപ്പോൾ ആ എതിർപ്പിനെ മറികടക്കുന്നതിന് വേണ്ടി ജനപ്രതിനിധികളെ സ്വാധീനിച്ച് ഞങ്ങൾക്ക് പണമൊക്കെ വാഗ്ദാനം ചെയ്തുകൊണ്ട് അന്ന് ഗെയിലിൻ്റെ കമ്പനി നേരിട്ട് വന്നു. പക്ഷേ ഗെയിൽ പദ്ധതി ഒരാവശ്യമാണ് എന്നുള്ളത് കൊണ്ട് 6 പതിറ്റാണ്ടിലേറെ പ്രവർത്തന പരിചയമുള്ള കരുമല്ലൂർ ഫാമിലി ഹെൽത്ത് സെന്റർ എല്ലാവിധ അടിസ്ഥാന സൗകര്യമുണ്ടായിട്ടും ആശുപത്രിയിലെത്തുന്ന ഏറ്റവും നിർധനരായ രോഗികളെ പോലും മനഃപൂർവ്വം കഷ്ടപ്പെടുത്തുന്ന സ്ഥാപനമായി മാറിയെന്നും UDF ആരോപിച്ചു. ഒരു ഭാഗത്ത് മെഡിക്കൽ ഓഫീസറും NHM ജീവനക്കാരായ MLSP ഒരു ഭാഗത്തും മറ്റുള്ള ജീവനക്കാർ മറുഭാഗത്തും. മെഡിക്കൽ ഓഫീസർ നേതൃത്വം കൊടുക്കുന്നവർ ജനപ്രതിനിധികളോട് ആലോചിക്കാതെ വാർഡുകളിൽ പ്രവർത്തനം നടത്തുകയും മറുഭാഗം അതിനെ തടയുകയും ചെയ്യുന്ന ദയനീയ കാഴ്ചയാണ് ഇവിടെ അരങ്ങേറുന്നതെന്നും UDF ആരോപിച്ചു. തീരുമാനങ്ങളൊക്കെ ഈ പറഞ്ഞ പോലെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കുന്നത്, അവരെ പ്രോത്സാഹിപ്പിക്കുന്നത് അവരാണ്. കഴിഞ്ഞ ഏതാണ്ട് 55 വർഷക്കാലമായി സാധാരണക്കാരെ ബുദ്ധിമുട്ടിക്കുന്ന ഈ മെഡിക്കൽ ഓഫീസർ അടക്കമുള്ള ഉദ്യോഗസ്ഥർക്കെതിരെ ശക്തമായ നടപടി സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് ഞങ്ങൾ ഈ UDF-ൻ്റെ ജനപ്രതിനിധികൾ ഇന്ന് ഈ ധർണാ സമരവുമായി ഇവിടെ എത്തിയിരിക്കുന്നത്. ഈ ധർണാ സമരത്തെക്കുറിച്ച് പറയുമ്പോൾ പഞ്ചായത്തിൻ്റെ കീഴിലുള്ള ഈ സ്ഥാപനം നിയന്ത്രിക്കാൻ പഞ്ചായത്തിന് നേതൃത്വം കൊടുക്കുന്ന LDF ഭരണസമിതിക്ക് സാധിക്കുന്നില്ല എന്ന് പറയാൻ ഞാൻ ഈ അവസരം വിനിയോഗിക്കുകയാണ്. ഒരു കുടുംബാരോഗ്യ കേന്ദ്രം ജനങ്ങൾ ഏറ്റവും കൂടുതൽ ആശ്രയിക്കുന്ന ഒരു ഹോസ്പിറ്റൽ ഇന്ന് ഈ കാലഘട്ടത്തിൽ പാവപ്പെട്ട ജനങ്ങൾ ആശ്രയിക്കുന്ന ഈ സർക്കാർ സ്ഥാപനത്തിൽ നടത്തുന്ന ഈ നിരുത്തരവാദിത്വപരമായ നടപടികൾക്കെതിരെ ശക്തമായ സമരവുമായി UDF-ന്റെ ജനപ്രതിനിധികൾ രംഗത്ത് വന്നിരിക്കുകയാണ്. ഇത് ഒരു സൂചന മാത്രമാണ്. ജീവനക്കാർ രണ്ട് തട്ടിലായി ചേരിതിരിഞ്ഞ് പോരുവിളിയും തമ്മിൽ തല്ലുമായതിനാൽ ഈ വർഷം മഴക്കാലപൂർവ്വ ശുചീകരണ പ്രവർത്തനം വരെ നടന്നിട്ടില്ലെന്നും UDF ആരോപിച്ചു. ഇതിന്റെ ഫലമായി പഞ്ചായത്തിൽ ഡെങ്കിപ്പനിയും മഞ്ഞപ്പിത്തവും പടർന്നു പിടിച്ചിരിക്കുകയാണ്. രാഷ്ട്രീയ അന്ധത ബാധിച്ച പഞ്ചായത്ത് പ്രസിഡന്റ് കോൺഗ്രസുകാരിയായും വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ കൂടിയായ വാർഡ് മെമ്പറോട് പോലും ഒരു കാര്യവും ആലോചിക്കുന്നില്ലെന്നും UDF ആരോപിച്ചു. കഴിവുകെട്ട പഞ്ചായത്ത് പ്രസിഡന്റ് അപകർഷബോധമാണ് ഇത്തരം പ്രവണതകൾ നടക്കുന്നതെന്നും പ്രതിപക്ഷം ആരോപിച്ചു. മുൻ പ്രസിഡന്റ് കൂടിയായ വാർഡ് മെമ്പർ സ്ട്രിക്റ്റായി കാര്യങ്ങളിൽ ഇടപെട്ട് നല്ല രീതിയിൽ പോയിരുന്ന ആശുപത്രിയുടെ പ്രവർത്തനം കഴിഞ്ഞ 1.5 വർഷമായി വാർഡ് മെമ്പർ ഒഴിവാക്കിയാണ് ആലോചിക്കുന്നതെന്നും ഇവർ ആരോപിച്ചു. ഒരു പാവ ഇരിക്കുന്നത് പോലെ ഇരിക്കുകയല്ലാതെ കമ എന്നൊരക്ഷരം മിണ്ടാനോ പ്രശ്നങ്ങളിൽ ഇടപെടാനോ ആ പ്രശ്നങ്ങൾ പരിഹരിക്കാനോ ഇവിടെ 3.5 വർഷമായി ഒരു സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഇവിടെ പ്രവർത്തിക്കുന്നില്ല. അങ്ങനെ വന്നാൽ സ്റ്റാൻഡിംഗ് കമ്മിറ്റിയും പ്രവർത്തിക്കുന്നില്ലെങ്കിൽ പിന്നെ പരമാധികാരമുള്ളത് പഞ്ചായത്ത് പ്രസിഡന്റിനാണ്. ആ പഞ്ചായത്ത് പ്രസിഡന്റ് അവരുടെ കഴിവുകേടാണ് ഇന്ന് ആസ്പത്രികളിൽ നടക്കുന്ന ചേരിതിരിവും ചേരിപ്പോരും തമ്മിലടിയും അതുപോലെ നവമാധ്യമങ്ങളിലെല്ലാം
പത്രദൃശ്യ മാധ്യമങ്ങളിലെല്ലാം വലിയ വാർത്തയായിക്കൊണ്ടിരിക്കുകയാണ്. അതിനേറ്റവും കളങ്കമായ രീതിയിൽ കരിമാലൂർ ആസ്പത്രിയുടെയും കരിമാലൂർ പഞ്ചായത്തിൻ്റെയും ഈ പ്രവർത്തനത്തെ താളം തെറ്റിക്കുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങൾ ജീവനക്കാരെ നിലക്ക് നിർത്താൻ പഠിക്കാൻ കഴിവില്ലാത്ത പഞ്ചായത്ത് പ്രസിഡന്റും സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സണും എത്രയും വേഗം രാജിവെച്ച് പുറത്തു പോകണമെന്നും കുറ്റാരോപിതരായ മുഴുവൻ ജീവനക്കാരെയും അടിയന്തരമായി സ്ഥലം മാറ്റണമെന്നും പ്രതിപക്ഷ മെമ്പർമാർ ആവശ്യപ്പെട്ടു. UDF പാർലമെന്ററി പാർട്ടി സെക്രട്ടറി എ മുജീബ് പ്രതിഷേധ യോഗത്തിൽ അധ്യക്ഷത വഹിച്ചു. ഈസ്റ്റ് മണ്ഡലം പ്രസിഡന്റ് EM അബ്ദുൽ സലാം സ്വാഗതം പറഞ്ഞു. സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ബീന ബാബു, ബ്ലോക്ക് മെമ്പർ VP അനിൽകുമാർ, UDF നിയോജക മണ്ഡലം കൺവീനർ VA മുഹമ്മദ് അഷ്റഫ്, മെമ്പർമാരായ K ജോസഫ്, KM ലൈജു, GV പോൾസൺ, സൂസൻ വർഗീസ്, നദീറ ബീരാൻ, മുൻ മെമ്പർ AM അബു, VK മുഹമ്മദ് കാസിം, AV ദിലീപ് കുമാർ, നൌഷാദ് ആലപ്പാട്ട് തുടങ്ങിയവർ പ്രസംഗിച്ചു. ന്യൂസ് ബ്യൂറോ, പറവൂർ.